അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യയിൽ നിന്ന് ഇന്ന് നാം പ്രതിപാദിക്കുന്നത് മനുഷ്യർക്കിടയിൽ പരസ്പരം സ്നേഹമൂട്ടിയുറപ്പിക്കാനും വെറുപ്പും വിദ്വേഷവും ഇല്ലാതാവാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മഹത്തായ ഒരു സുന്നത്തിനെ കുറിച്ചാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. അഥവാ മുസാഫഹത്ത് ചെയ്യുക, ഹസ്തദാനം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളത്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞ് ഹസ്തദാനം ചെയ്യുന്ന ഒരു പതിവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ സമുദായം ആവണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്ത ഒരു മഹത്തായ സുന്നത്താണ്. ഹസ്തദാനം എന്ന് പറയുന്ന, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്ന് പറയുന്ന ആ മഹത്തായ ചര്യ യഥാർത്ഥത്തിൽ യമൻ സമൂഹമാണ് തുടങ്ങിയത് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അവിടുത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് അംഗത്വം സ്വീകരിക്കാൻ വേണ്ടി നിവേദക സംഘങ്ങളായി യമൻ സമൂഹം വന്നപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ പരിചയപ്പെടുത്തി സഹാബത്തിനോട് പറഞ്ഞു, ഖദ് അഖ്ബല അഹ്ലുൽ യമനി, യമൻ സമൂഹം, യമൻകാർ നമ്മൾ അടുത്തേക്ക് വന്നിരിക്കുന്നു. വഹും അറഖു ഖുലൂബ മിൻകും, നിങ്ങളെക്കാളും ഹൃദയ നൈർമല്യമുള്ള ലോല ഹൃദയരാണ് യമൻ സമൂഹം. അവർ ലോല ഹൃദയവരാവാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവരാണ് മുസാഫഹത്ത് ആദ്യമായി കൊണ്ടുവന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോ പ്രവാചകരുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോന്ന ഒരു മഹത്തായ ചര്യയാണ് ഹസ്തദാനം ചെയ്യുക എന്നുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി, രണ്ടു വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുകയും ഫയതസാഫഹാനി, അവർ പരസ്പരം സലാം പറഞ്ഞ് ഹസ്തദാനം ചെയ്യുകയും ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരികാ, ആ സദസ് പിരിയുന്നതിന് മുമ്പ് അവരെ കഴിഞ്ഞുപോയ എല്ലാ ചെറുപാപങ്ങളും അള്ളാഹു പൊറുക്കുന്നതാണ്, മാപ്പാക്കുന്നതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റബീഉൽ അവ്വലിൽ ഈ മഹത്തായ സുന്നത്ത് നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.